മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു സംഭവമാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത്. ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നു, റഅയ്തു ബിമക്കത നസ്റാനിയൻ യുദ്ആ ബിൽ ഉസ്ഖുഫ്. ഉസ്ഖുഫ് എന്ന പേരുള്ള ഒരു നസ്രാനിയായ ക്രിസ്ത്യാനിയായ ഒരാളെ എനിക്ക് കാണാൻ കഴിഞ്ഞു. വഹുവ യതൂഫു ബിൽ കഅബ. അദ്ദേഹം കഅബം തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നേരത്തെ ക്രിസ്ത്യാനിയായിരുന്നു. ആ ഒരറിവ് മാത്രമേ ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിനുള്ളൂ. ഫഖുൽതു ലഹു, അതുകൊണ്ട് ചോദിച്ചു, മല്ലദീ റഗ്ഗബക അൻ ദീനി ആബായിക. അല്ല, നിങ്ങളുടെ പൂർവപിതാക്കന്മാരുടെ മതമെല്ലാം വിട്ട് ഈ മതത്തിലേക്ക് കടന്നു വരാൻ നിങ്ങളെ പ്രേരിപ്പിച്ച വസ്തു എന്താണ്? ഫഖാല, അപ്പോൾ ആ ക്രിസ്ത്യാനിയായ ഉസ്ഖുഫ് പറഞ്ഞു, ബുദ്ദിൽതു ഖൈറൻ മിൻ. എനിക്ക് നേരത്തെ ഉണ്ടായിരുന്ന മതത്തേക്കാൾ നല്ല ഒരു മതം എനിക്ക് ലഭിച്ചു. ഖുൽതു, അപ്പോൾ ഞാൻ ചോദിച്ചു, ഫകൈഫ കാന ദാലിക്, എന്താണതിന് കാരണം, അതിന് പശ്ചാത്തലമായത് എന്ത് സംഭവമാണ് എന്ന് ചോദിച്ചു. ഫഹകാലി, അപ്പോൾ അദ്ദേഹത്തിന്റെ സംഭവം എനിക്ക് വിവരിച്ചു തന്നു. അന്നഹു റകിബൽ ബഹ്റ, അദ്ദേഹം ഒരു ദിവസം കപ്പൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. ഫലമ്മാ തവസ്സഖ്നാ ഫീഹി ഇൻകസറത്തിൽ മർകബു, യാത്രയുടെ പാതി വഴിയിലായപ്പോൾ കപ്പൽ പൊട്ടിപ്പിളർന്നു. ഫസലിംതു അലാ ലൗഹിൻ, അപ്പോൾ എനിക്ക് ഒരു പലക ലഭിച്ചു. കപ്പലിൽ നിന്ന് അടർന്നു വീണിട്ടുള്ള ഒരു പലക എനിക്ക് ലഭിച്ചു. ആ പലകയ്ക്കുമേൽ ഞാൻ രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഫമാസാലത്തിൽ അംവാജു തുദാഫിഉനി ഹത്താ റമത്നി ഫി ജസീറത്തിൻ മിൻ ജസാഇരിൽ ബഹർ. അങ്ങനെ തിരമാലകൾ എന്നെ ഇങ്ങനെ തട്ടി 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 ഏതോ ഒരു ദ്വീപിൽ എന്നെ കൊണ്ടെത്തിച്ചു. നോക്കുമ്പോ ഫീഹാ അസ്ജാറുൻ കസീറ, ആ ദ്വീപിൽ ധാരാളം വൃക്ഷങ്ങളുണ്ട്. വലഹാ അസ്മാറുൻ അഹ്ലാ മിനശ്ശുഹുദി വഅല്യനു മിനസ്സുബ്ദി, ആ വൃക്ഷങ്ങളിലെ ഫലങ്ങളാകട്ടെ തേനിനേക്കാൾ മധുരമുള്ളതും അതുപോലെ വെണ്ണയേക്കാൾ നേർത്തതുമായ നല്ല പഴങ്ങളാണ്. നല്ല സ്വാദിഷ്ടമായ പഴങ്ങളുള്ള ഒരുപാട് വൃക്ഷങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു സമുദ്രത്തിൽ ഞാൻ എത്തിപ്പെട്ടു. വഫീഹാ നഹ്റുൻ ജാരിൻ അസ്ബുൻ, ആ ദ്വീപിൽ ഒരു നദി ഒഴുകുന്നുണ്ട്, നല്ല തെളിഞ്ഞ വെള്ളമുള്ള ഒരു നദി. ഖാല, അദ്ദേഹം പറയാണ്, ഫഖുൽതു, ഞാൻ മനസ്സിൽ വിചാരിച്ചു, അൽഹംദുലില്ലാഹ് അലാ ദാലിക, അല്ലാഹുവിനെ സ്തുതി, ഞാൻ ഇവിടെ എത്തിപ്പെട്ടല്ലോ. കപ്പല് പിളർന്ന് എല്ലാവരും മുങ്ങി നശിച്ചപ്പോൾ എനിക്കൊരു പലക ലഭിച്ചു. ഞാൻ അതിൻ്റെ മുകളിൽ കയറി. ഏതായാലും ഇപ്പോൾ ഈ ദ്വീപിൽ എത്തിപ്പെട്ടല്ലോ. ആകുലു മിൻ ഹാദ സമരി വഅശ്റബു മിൻ ഹാദ നഹരി ഹത്താ യഅതി അല്ലാഹു തആല ബിൽ ഫറജ്. ഇവിടെ നിന്ന്, ഈ ദ്വീപിൽ നിന്ന് എനിക്ക് ഈ പഴങ്ങൾ ഭക്ഷിക്കുകയും ഈ വെള്ളം കുടിക്കുകയും ചെയ്തുകൊണ്ട് അങ്ങനെ ജീവിച്ചു പോകാം. പിന്നെ എന്താണ് പടച്ചോന്റെ തീരുമാനം, അത് വരട്ടെ. ഫലമ്മാ ദഹബൻ നഹാർ, അങ്ങനെ പകൽ സമയം കഴിയാൻ തുടങ്ങി. വജാ അല്ലൈലു, രാത്രി ഇങ്ങനെ എന്നിലേക്ക് വന്നുകൊണ്ടിരുന്നപ്പോൾ ഖിഫ്തു അലാ നഫ്സി മിനദ്ദവാബ്, എനിക്ക് ആ ദ്വീപിലുള്ള മൃഗങ്ങളെ ഓർത്ത് പേടി തോന്നുന്നു. രാത്രിയായി. ഫഅലൗതു ശജറത്തൻ വനിംതു അലാ ഗുസ്നിൻ, അപ്പോൾ ഞാൻ പേടിച്ചുകൊണ്ട് അവിടെ ഉള്ള ഒരു വൃക്ഷത്തിലേക്ക് കയറിയിട്ട് ആ വൃക്ഷത്തിന്റെ ചില്ലയിൽ ഉറങ്ങാൻ ശ്രമിച്ചു. അടിയിലിരിക്കുമ്പോൾ പേടിയാണ്. ആൾപ്പാർപ്പില്ലാത്ത ദ്വീപിലാണ് എത്തിപ്പെട്ടിട്ടുള്ളത്.
ഫലമ്മാ കാന ഫീ വസ്തുൽ ലൈൽ വലമ്മാ കാന ഫീ വസ്തുൽ ലൈൽ, അങ്ങനെ രാത്രി ഇങ്ങനെ പാതിയായപ്പോൾ വൈദാ ബിദാബത്തിൻ അലാ വജ്ഹിൽ മാഇ, വെള്ളത്തിൻ്റെ മുകളിൽ കരയോടടുത്ത് ഒരു ജീവി വന്നു നിൽക്കുന്നു. തുസബ്ബിഹുല്ലാഹ തആല ബിലിസാനിൻ ഫസീഹിൻ, ഉച്ചത്തിലിങ്ങനെ നല്ല സ്ഫുടമായ രൂപത്തിൽ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു ആ ജീവി. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അസീസുൽ ഗഫാർ മുഹമ്മദുർ റസൂലുള്ളാഹി അന്നബിയുൽ മുഖ്താർ. ഇതാണ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. കടലിൽ നിന്നു പൊങ്ങിയ ഒരു ജീവി കരയോടടുത്ത് വന്നുകൊണ്ട് ഞാൻ കാണും വിധത്തിൽ വലിയ ഉച്ചത്തിൽ നല്ല സ്ഫുടമായി തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഫലമ്മാ വസലത്തിദ് ദാബത്തു ഇലൽ ബർ, ആ ജീവി ഇങ്ങനെ കരയിലേക്ക് അടുത്തടുത്ത് വരികയാണ്. ഇദാ റഅസുഹാ റഅസു നആമത്തിൻ, നോക്കുമ്പോൾ അതിൻ്റെ തല ഒരു ഒട്ടകപ്പക്ഷിയുടെ തല പോലെയുണ്ട്. വവജുഹുഹാ വജുഹു ഇൻസാനിൻ, മുഖമാകട്ടെ മനുഷ്യന്റെ മുഖം പോലെയുണ്ട്. വഖവായിമുഹാ ഖവായിമു ബഈർ, കാല് നോക്കുമ്പോൾ ഒട്ടകത്തെ പോലെയുണ്ട്. വദനബുഹാ ദനബു സമക്കത്തിൻ, വാല് നോക്കുമ്പോൾ മത്സ്യത്തെ പോലെയുണ്ട്. ഒട്ടകപ്പക്ഷിയുടെ നീളമുള്ള തല, മുഖം നോക്കുമ്പോൾ മനുഷ്യന്റെ മുഖം, ഉടല് നോക്കുമ്പോൾ ഒട്ടകത്തെ പോലെയാണ്, വാല് നോക്കുമ്പോൾ മത്സ്യത്തെ പോലെയാണ്. ഫഖിഫ്തു അലാ നഫ്സി അൽ ഹൽക, പടച്ചവനെ എൻ്റെ കഥ കഴിഞ്ഞിട്ടുണ്ട്, ഞാൻ എന്ത് ചെയ്യും, ഇനി എങ്ങോട്ടോടും, സഹായത്തിന് പോലും ഒരാളില്ലാത്ത ഒരു നാട്, ഞാനാകെ പേടിച്ചുപോയി. ഫനസൽതു മിനശ്ശജറ, അങ്ങനെ ഞാൻ ആ വൃക്ഷത്തിൽ നിന്ന് ഇറങ്ങി. വവല്ലൈതു ഹാരിബാ, പിന്തിരിഞ്ഞു ഓടാൻ ഞാൻ ശ്രമിക്കുമ്പോൾ ഫൽതഫതത് ഇലയ്യ, ആ മൃഗം എന്നെ കൊള്ളെ ശ്രദ്ധിച്ചു നിൽക്കുന്നു. വഖാലത്ത്, എന്നിട്ട് വിളിച്ചു പറയാണ്, ഖിഫ് വഇല്ലാ ഹലക്ത, നിൽക്കവിടെ, ഇല്ലെങ്കിൽ നിനക്ക് നാശം എന്ന് ആ മൃഗം, ആ ജീവി എന്നോട് വിളിച്ചു പറയുന്നു. ഫവഖഫ്തു, അങ്ങനെ ഞാൻ നിന്നു. ഫഖാലത്ലി, ആ സമയത്ത് എന്നോട് ചോദിച്ചു, മാ ദീനുക, നിന്റെ മതം ഏതാണ്, ഏതാണ് നിന്റെ മതം എന്ന് ചോദിച്ചു. ആനാ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു നേരിട്ട് അനുഭവിച്ച ഒരു യാഥാർത്ഥ്യമാണ് പറയുന്നത്. ഫഖുൽതു, അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തു, അന്നസ്റാനിയ, ഞാനൊരു ക്രിസ്ത്യാനിയാണ് എന്ന് പറഞ്ഞു, ഞാൻ ക്രിസ്തു മതക്കാരനാണ്. ഫഖാലത്ത്, അപ്പോൾ ആ ജീവി പറയുന്നു, വൈഹക് യാ ഖാസിർ ഇർജിഇ ഇലൽ ഹനീഫിയ, ഓ നാശം പിടിച്ച മനുഷ്യ, നിങ്ങൾ ഈ മതത്തിൽ നിന്ന് മാറണം, ഇസ്ലാമിലേക്ക് കടന്നു വരണം. فإنك قد حللت بفناء قوم من الجن, നിങ്ങളിപ്പോൾ എത്തിപ്പെട്ട സ്ഥലം എവിടെയെന്നറിയോ? ജിന്നുകളായ ആളുകൾ, മുഅ്മിനീങ്ങളായ ജിന്നുകൾ താമസിക്കുന്ന ഒരു ദ്വീപിലാണ് നിങ്ങളിപ്പോൾ എത്തിപ്പെട്ടിട്ടുള്ളത്. ലാ യൻജു മിൻഹും ഇല്ലാ മുസ്ലിമുൻ, ഇവിടുന്ന് ഒരു മുസ്ലിമിനല്ലാതെ രക്ഷപ്പെട്ടു പോകാൻ കഴിയില്ല എന്ന് പറയുന്നു. ദ്വീപുകളിലൊക്കെ അങ്ങനെയാണല്ലോ. ആദം നബി അലൈഹി ഇസ്ലാമിനെ ഞാൻ സൃഷ്ടിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ഇബ്ലീസിന്റെ നേതൃത്വത്തിൽ പറഞ്ഞില്ലേ, എന്തിനാ പഠിച്ചോനെ രക്തച്ചൊരിച്ചിലും അനൈക്യവും ചിത്രതയുണ്ടാക്കുന്ന ഒരു കൗമിനെ നീ സൃഷ്ടിക്കുന്നത്? നേരത്തെ നീ ഇവിടെ ജിന്നുകളെ സൃഷ്ടിച്ചതായിരുന്നില്ലേ? അവരൊക്കെ എൻ്റെ നേതൃത്വത്തിലല്ലേ ദ്വീപിലേക്ക് അടിച്ചോട്ടിയത്? ഇനിയും പ്രശ്നക്കാരായ ആൾക്കാരെ വേണോ എന്ന് ചോദിച്ചില്ലേ? അപ്പൊ ജിന്നുകളായ ആളുകളുടെ സ്ഥിര താമസ സ്ഥലമാണ് ദ്വീപുകൾ. ഇപ്പൊ തന്നെ നമ്മൾ കേട്ടില്ല ഒരിക്കൽ, സ്ഥലം എന്താണെന്ന് ഇപ്പൊ എനിക്ക് ഓർമ്മയില്ല. കപ്പൽ പോയിട്ട് കാണാത്ത, ഫ്ലൈറ്റ് പോയിട്ട് തിരിച്ചു വരാത്ത ഒരു സ്ഥലം, ബർമുഡ. അതെ, അമേരിക്ക പോലും സമ്മതിച്ചല്ലോ. അപ്പൊ അങ്ങനെയുള്ള എത്രയോ സ്ഥലങ്ങളുണ്ട്. അപ്പോ
മുഅ്മിനീങ്ങളായ ജിന്നുകൾ മാത്രം താമസിക്കുന്ന ഈ ദ്വീപിലാണ് എത്തിപ്പെട്ടത്. ലാ യൻജൂ മിൻഹും ഇല്ലാ മുസ്ലിമുൻ ഫഖുൽതു, അപ്പോൾ ഞാൻ ചോദിച്ചു. ആ നസ്രാനിയായ ആൾ പറയാണ്, ഷാഫി ഇമാമിനോട് വിവരിച്ചു കൊടുക്കുകയാണ്, വകൈഫൽ ഇസ്ലാമു, എനിക്ക് മുസ്ലിമാകാൻ എന്താണ് വഴി? കാലത്ത് അപ്പാ ജീവി പറഞ്ഞു, തശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന ദിക്ർ ചൊല്ലിയാ മതി എന്ന് പറഞ്ഞു. ഫഖുൽതു ഹാ, അപ്പോൾ ഞാൻ ആ ദിക്ർ ചൊല്ലി, ഷഹാദത്ത് കലിമ ചൊല്ലി, മുസ്ലിമായി. സുമ്മ ഖാലത്തി ദാബത്തു, പിന്നീട് ആ ജീവി എന്നോട് ചോദിക്കുന്നു, തുരീദുൽ മഖാമ ഹുനാ അം റുജൂഅ ഇലാ അഹ്ലിക, അല്ല ഇവിടെ തന്നെ നിൽക്കുന്നോ അതാ കുടുംബത്തിലേക്ക് പോകുന്നു, എന്താ ഉദ്ദേശം? ഫഖുൽതു, അപ്പോൾ ഞാൻ പറഞ്ഞു, അർറുജൂഉ ഇലാ അഹ്ലി, എൻ്റെ നാട്ടിലേക്ക് പോകണം, ഇവിടെ എങ്ങനെ താമസിക്കുന്നത്? ഫഖാലത്ത്, അപ്പോൾ ആ ജീവി എന്നോട് പറഞ്ഞു, ഉംകുസ് മക്കാനക ഹത്താ യജ്താസ ബിക മർകബുൻ, ഇവിടെ നിന്നോടി, ഒരു വാഹനം ഇപ്പോൾ വരുന്നത്. ഫമകസ്തു മക്കാനി, ഞാൻ ആ സ്ഥലത്ത് തന്നെ ഇരുന്നു. വനസലത്തി ദാബത്തു ഫിൽ ബഹർ, ഇത് പറഞ്ഞിട്ട് ആ ജീവി കടലിലേക്ക് ഊളിയിട്ടു. ഫമാ ഗാബത് അൻ ഐനി, ആ മൃഗം എൻ്റെ കണ്ണിൽ നിന്ന് മറഞ്ഞില്ല. ഹത്താ മർറ മർകബുൻ വറുകാബ്, ഉടനെ തന്നെ യാത്ര ചെയ്യുന്ന ഒരു കപ്പൽ കടന്നു വരുന്നു. ഫഅശർതു ഇലൈഹിം, അപ്പോൾ ഞാൻ ആ കപ്പലുകാർക്ക് ഇങ്ങനെ ആംഗ്യം കാണിച്ചു കൊടുത്തു, ഞാനിവിടെ ഉണ്ട് എന്നുള്ളതിന്. അങ്ങനെ ഫഅമലൂനി, ആ കപ്പൽ എന്നെ വഹിച്ചു കൊണ്ടുപോയി. ഫൈദാ ഫിൽ മർകബി, നോക്കുമ്പോൾ വാഹനത്തിൽ എത്തി നോക്കുമ്പോൾ 12 റജുലാ കുല്ലുഹും നസാറാ, കപ്പലിൽ ഒരുപാട് ആളുകളുണ്ട്, 12 പേരുണ്ട്, എല്ലാവരും നസ്രാനികളാണ്. അവരെന്നോട് കപ്പലിൽ ചെന്നപ്പോൾ വിവരങ്ങൾ അന്വേഷിച്ചു, അല്ല ഇവിടുന്ന് എങ്ങനെ കയറിയത്? അപ്പൊ ഈ സംഭവങ്ങളെല്ലാം ഞാൻ അവർക്ക് വിവരിച്ചു കൊടുത്തു. അഖ്ബർതുഹും ഖബരി വഖസ്സസ്തു അലൈഹിം ഖിസ്സത്തി, ഞാനൊരു കപ്പലിൽ ഇങ്ങനെ യാത്ര ചെയ്യായിരുന്നു, കപ്പൽ പൊഴിഞ്ഞു, ഒരു പലകയിൽ കയറി, ഞാനങ്ങനെ ഓളം തന്നി ഈ ദ്വീപിലെത്തിപ്പെട്ടു. ഒരു ദിവസം രാത്രിയായപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ മരത്തിൽ കയറിയപ്പോൾ ഒരു ജീവി വന്നിട്ട് എന്നെ ആട്ടി ഓടിച്ചു. എന്താ മതം ചോദിച്ചു. ഞാൻ നസ്രാനിയാണെന്ന് പറഞ്ഞു. അപ്പോൾ രക്ഷയില്ല. ആ സമയത്ത് ഞാൻ മുസ്ലിമാകണമെന്ന് പറഞ്ഞപ്പോൾ എങ്ങനെയാണ് മുസ്ലിമാകേണ്ടതെന്ന് ചോദിച്ചു. എനിക്ക് ഷഹാദത്ത് കലിമ ചൊല്ലിത്തന്നു, ഞാൻ മുസ്ലിമായി എന്ന വിവരം പറഞ്ഞപ്പോൾ ഫഅസ്ലമു കുല്ലുഹും, ആ കപ്പലിലുള്ള 12 പേരും മുസ്ലിങ്ങളായി എന്ന് സംഭവം മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിനോട് ഉസ്ഖുഫ് എന്ന് പേരുള്ള ഈ ക്രിസ്ത്യാനിയായ ആണ് വിവരിച്ചു കൊടുക്കുകയാണ്. ഒരുപാട് സംഭവങ്ങൾ നമുക്കിതിൽ പഠിക്കാനുണ്ട്. അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് പ്രബോധനം ചെയ്യുമ്പോൾ ജനങ്ങൾക്കത് കൂടുതൽ എഫക്റ്റ് ചെയ്യും എന്നതാണ് ഇതിലെ ഒന്നാമത്തെ സന്ദേശം. ഒരു മനുഷ്യനുണ്ടായ അനുഭവം വിവരിച്ചുകൊണ്ട് അദ്ദേഹം മറ്റുള്ളവരെ ദീനിലേക്ക് വിളിച്ചപ്പോൾ അവർക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു. എല്ലാ ആളുകളും ഒറ്റടിക്ക് മുസ്ലിങ്ങളായി. ആനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു നസ്രാനിയാണ് എന്ന് വിചാരിക്കുന്ന ഒരാള് കഅബം തവാഫ് ചെയ്യുന്ന രംഗം കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ വിവരം ചോദിച്ച സന്ദർഭത്തിലാണ് ഈ വിവരങ്ങൾ അദ്ദേഹം പുറത്തു പറഞ്ഞത്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ആപൽ ഘട്ടങ്ങളിൽ ഇസ്ലാം മതം സ്വീകരിച്ചു വന്ന ആളുകൾക്ക് പോലും ഇത്രയും വലിയ രക്ഷയും വിജയവും കാണാൻ കഴിയുന്നുവെങ്കിൽ ജന്മം മുതൽ മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് വീണ അന്ന് മുതൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്ത് ഷഹാദയിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു വിശ്വാസിക്ക് അള്ളാഹുവിൻ്റെ അരികിൽ ഉണ്ടാകുന്ന സ്ഥാനം എത്രയായിരിക്കുമെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റാത്ത അത്രയും വലുപ്പമുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും ഈമാനും ഹിദായത്തും സ്വീകരിക്കുമാറാവട്ടെ. അർഹമുർ-റഹീമായ റബ്ബേ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാപങ്ങളും നീ പൊറുക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ ഈമാൻ സലാമത്താക്കണേ റഹ്മാനെ. നാഫിയായ ഉലൂമുകൾ ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനെ.
അല്ലാഹുവേ ഞങ്ങളുടെ സയ്യിആത്തുകളെല്ലാം ഹസനാത്തുകളായി മാറ്റണേ റഹ്മാനെ. ജീവിക്കുന്ന കാലത്തോളം ഞങ്ങൾക്ക് ഇസ്സത്ത് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ജമാൽ ഉസ്താദ്, അദ്ദേഹത്തിൻ്റെ പാപങ്ങൾ നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. ഒരുപാട് കാലം ദീനിനെ ഖിദ്മത്ത് ചെയ്ത ആളാണ്, അതെല്ലാം നീ സ്വീകരിക്കണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാ മുഅ്മിനീങ്ങളെയും നിന്റെ ജന്നാത്തുൽ നഈമിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.